ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ദിസ് ഈസ് യുവർ ജാനകി ഹിയർ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ശരിക്കും നാട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. ഇപ്പോൾ തിരിച്ച് കോയമ്പത്തൂർ വന്നതാണ്ട് ഇപ്പോൾ ദീപാവലി വരെ ആവാറായി. അപ്പോഴാണ് ഞാൻ എഡിറ്റിങ്ങിൻ്റെ കാര്യം ആലോചിക്കുന്നത്. വളരെ മടി പിടിച്ചുള്ള ഒരു ജീവിതം ആയതുകൊണ്ട് എഡിറ്റിംഗ് ഇത്രയും വൈകിപ്പോയി. അപ്പോൾ ഞങ്ങൾ കാന്താര മൂവിക്കാണ് പോയത്. രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടൊക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. പുറത്തുനിന്ന് ജസ്റ്റ് ഓട്ടോ ഇരുന്ന് തന്നെ ഞാൻ എടുത്തതേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിട്ട് ഞങ്ങൾ നേരെ അട്ടക്കുളങ്ങര ഉള്ള ബുർജ് അൽ മന്തി, എൻ്റെ അനിയത്തിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്തി സ്പോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പെരി പെരി അൽഫാം ആണെങ്കിലും പിന്നെന്താ അൽഫാം മന്തി ആണെങ്കിലും ജല്ലിക്കെട്ട് മന്തി ആണെങ്കിലും എല്ലാത്തിനും ഒരു സ്പെഷ്യലി ഒരു മസാലയുടെ ഒരു ടേസ്റ്റ്, വല്ലാത്തൊരു ടേസ്റ്റാണ്. അഡിക്റ്റ് ആവും. ഐ എം ഷുവർ, റിയലി ഷുവർ. നിങ്ങൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഇത് പ്രൊമോഷനൊന്നും അല്ല, ഞാൻ വെറുതെ പറയുന്നതാണ്. എനിക്കും എൻ്റെ ഫാമിലീസിൻ്റെയും ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് മന്തി വേറെ ഐറ്റംസ്, വേറെ വെറൈറ്റീസ് ഒന്നുമില്ല. ഒള്ളി ചിക്കൻ മന്തിയും ബീഫും മട്ടൺ മന്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ അമ്മയുടെ മുഖം തീരെ മാറിയായിരുന്നു. കാരണം അമ്മയ്ക്ക് ഈ നോർമൽ മന്തി ഒരിടത്തുനിന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ലുലു മോളിൽ നിന്നുള്ള നോർമൽ മന്തി ഇഷ്ടമാണ്, വേറെ ഒരിടത്തു നിന്നുള്ളതും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാനും അനിയത്തിയും പിന്നെ എന്ത് മന്തിയാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവളാണ് സത്യം പറഞ്ഞാൽ മന്തി ലവറായിരുന്നത്. ഞാൻ നോൺ വെജ് കഴിക്കാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടനെ എല്ലാവരും കളിയാക്കുമെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ നാട്ടിലുള്ള ആരോ നാത്തൂൻ്റെ അമ്മായിയമ്മയൊക്കെ കളിയാക്കുന്ന, നിൻ്റെ ഭാര്യ വെറും നോൺ വെജ് കഴിക്കാത്തവളല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കി. അങ്ങനെ ഏട്ടൻ പറഞ്ഞാണ് ഞാനിപ്പോൾ ഫുള്ളി നോൺ വെജ് അഡിക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട്, ഞാനും അനിയത്തി അടിപൊളിയായിട്ട് ആഘോഷിച്ച് കഴിച്ചു. പക്ഷേ എൻ്റെ അമ്മ ദേഷ്യപ്പെട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞായിരുന്നു മന്തി കഴിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും നമുക്കൊരു 1.5-2 മണിക്കൂറോളം സമയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ അനദർ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള രാമചന്ദ്രനിലോട്ട് കയറി. അവിടെ ആകുമ്പോഴത്തേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കി. പക്ഷെ നോക്കിയപ്പോഴത്തേക്കും ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, രാമചന്ദ്രനിൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ അടുത്ത് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ദീപാവലിയുടെ ആഘോഷങ്ങൾക്ക് പിള്ളേരൊക്കെ പടക്കം പൊട്ടിക്കുകയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്താണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, ക്ഷമിക്കുക. എന്നിട്ട് ഞങ്ങൾ 3ാമത്തെ ഫ്ലോറായിട്ടുള്ള ഫാൻസി വേൾഡിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. എനിക്കാണെങ്കിലോ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒന്നും വാങ്ങിക്കുന്ന ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ പൈസയാവും ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ വാങ്ങിക്കത്തില്ല. പറഞ്ഞു തീർന്നില്ല, ആ തക്ക നോക്കി ഇതാണ്ട് എൻ്റെ അനിയത്തി കാണിക്കുന്ന കണ്ടില്ലേ, അവിടെ ഉണ്ടായിരുന്ന വളകൾ അത്രയും അവളുടെ കൈ എല്ലും തോലും പോലെ ഇരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അത്ര വളയം എടുത്തിട്ടിട്ട് കിടന്ന് ഓരോ മോഡൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി കല്യാണ പെണ്ണാകുമ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മോഡലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ബ്യൂട്ടി പഫാ അങ്ങനെ എന്തോ സംഭവമാണ്. ആ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ നോക്കി ഞാൻ നിൽക്കുമായിരുന്നു. എന്താ നോക്കുക, ഏതാണ് കൊള്ളാവുന്നത്, നല്ലതാണ്, അങ്ങനെയൊക്കെയാണ്, പൈസ ഒരുപാടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ എവിടെ കൊണ്ടുവരുന്നല്ലോ. അത് അമ്മയാണെങ്കിലും ശരി, എൻ്റെ മിതുവാടിനാണെങ്കിലും ശരി, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. കാരണം ഞാൻ എവിടെ ചെന്നിരുന്നാലും ഫസ്റ്റ് സാധനങ്ങൾ നോക്കുന്നതിന് പകരം ഫസ്റ്റ് നോക്കുന്നത് അതിൻ്റെ പ്രൈസ് ടാഗാണ്. എത്ര രൂപ, ഇത്രയാണോ, എന്നോ വേണ്ട. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം ഇന്ന് ഈ സെക്കൻഡ് വരെ ഞാൻ അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്നതിന് ശേഷം സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നേരെ തിയേറ്ററിലോട്ട് വന്നത്. കൈരളി ശ്രീനില, തമ്പാനൂരുള്ള കൈരളി ശ്രീനില തിയേറ്ററിലാണ് ഞങ്ങൾ വന്നത്. വന്നപാടെ സിനിമ തുടങ്ങാൻ ടൈമൊന്നും ആവാത്തതുകൊണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറങ്ങി നിന്നു. എന്നതിന് ശേഷം നിങ്ങളുടെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി അമ്മയെ കൊണ്ട് സീറ്റിൽ ഇരുത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ ചെന്ന് പോപ്കോണൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയതാണ്, അല്ലാത്തതൊന്നുമല്ല കേട്ടോ, അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയതാണ്. എന്തായാലും സൂപ്പർ സിനിമയായിരുന്നു കാന്താര. ആയിരക്കണക്കിന് വർഷം മുമ്പേയുള്ള ഈ സ്ഥലത്തിൻ്റെ ദിവ്യനാമം കദംബർ വനവാസിയാണ്. ഇൻ്റർവെൽ ആയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് 3 ബർഗറും ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. എന്താണെന്നറിയില്ല, കാന്താര സിനിമയെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ എന്തോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ പോലും ആ ഒരു മൂവി എനിക്ക് വല്ലാതെ ഹാർട്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റ്സ് സൂപ്പർ, വേറെ ലെവൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.